കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമില്ലാതെ കനത്ത ആക്രമണമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആകാശത്തു നിന്നുള്ള അവരുടെ ആക്രമണങ്ങളെ, ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം നിന്ന് ഷെല്ലാക്രമണവും അതോടൊപ്പം വെടിവെപ്പുമാണ് നടത്തുന്നത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ജമ്മു കശ്മീർ സർക്കാർ സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടിരിക്കുന്നു ഷെല്ലാക്രമണത്തിൽ. അദ്ദേഹം ഇന്നലെ അവിടുത്തെ ജമ്മു കശ്മീർ ഉപമുഖ്യമന്ത്രിക്കൊപ്പം ആ ജില്ലയിലാകെ, രജൌറി ജില്ലയിലാകെ പര്യടനം നടത്തി അവിടെയുള്ള നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തിയത് ആണ്. അതുകൂടാതെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ ഓൺലൈനായി അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടെ ഈ ഷെല്ലാക്രമണത്തിൽ തകർന്നു. ഇതിലാണ് രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടത്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ത്യയുടെ തിരിച്ചടിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് റാവൽപിണ്ടി, അവരുടെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയാണ്. റാവൽപിണ്ടിക്കടുത്തുള്ള നൂറ ഖാൻ എയർബേസ്, വലിയ സ്ഫോടനങ്ങളാണ് ഇവിടെ നൂറ ഖാൻ എയർബേസിൽ നടന്നത്.